നമസ്കാരം. ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിലെ പ്രതിപക്ഷവും രാജ്യം ഭരിക്കുന്ന BJPയും വിമോചന സമരത്തിന്റെ സ്വപ്ന ലോകത്താണെന്ന് CPI ദേശീയ കൗൺസിൽ അംഗവും റവന്യൂ മന്ത്രിയുമായ K. രാജൻ പറഞ്ഞു. CPI ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹിംസജന്തുക്കളെ കൂട്ടിയിണക്കി കേരളത്തിൽ രൂപീകരിക്കപ്പെട്ട ജനവിരുദ്ധ വിമോചന സമര മുന്നണിക്ക് പുതിയ മുഖം നൽകി കളത്തിലിറക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസും സംഘപരിവാറും. മതവർഗ ജാതി കക്ഷികളെ ഒരേ പ്ലാറ്റ്ഫോമിൽ അണിനിരത്തി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് അന്ത്യം കുറിക്കണമെന്ന കോൺഗ്രസിന്റെ വിമോചന സമര മുന്നണിയുടെ തീരുമാനമാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ കണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വേടൻ പാടാൻ പാടില്ലെന്ന് ശശികല ടീച്ചർമാർ മുറവിളി കൂട്ടുമ്പോൾ ഒരാൾക്ക് ആടാനും പാടാനും സിനിമയ്ക്ക് പേരിടാനും ഒരു തടസ്സവുമില്ലെന്ന് ഉറക്കെ പറയുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു. അധികാരാർത്ഥിയും മുന്നണി പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലുള്ള അപക്വമായ നിലപാടുകളും കോൺഗ്രസിനെ പരാജയപ്പെടുത്തുകയായിരുന്നെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കാവിക്കോടി പിടിച്ച ഭാരതാംബയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്തണമെന്ന് ആഹ്വാനം ചെയ്ത ഗവർണറോട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ചിത്രത്തിന് മുന്നിൽ കുനിഞ്ഞു നിൽക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരുടെ നാടാണ് കേരളമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പാർട്ടിയുടെ നേതാക്കളാകെ ഏറ്റുവാങ്ങിയ ആവേശകരമായിട്ടുള്ള ചുവപ്പ് മടങ്ങിയ മാനസികമുണ്ട്. 25ാമത് പാർട്ടി കോൺഗ്രസിലേക്ക് പോകുമ്പോൾ തൃശൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പാർട്ടിക്കകത്ത് കൂടുതൽ കരുത്തോടെ ഉയർന്നു വരുന്ന യുവജന പോരാളികളുടെയും യുവജന കരുത്തിന്റെയും പ്രതീകമായി മാറിയിട്ടുണ്ടെന്ന് നമ്മുടെ ജില്ലയിൽ ആരാലും വിമർശിക്കപ്പെടാൻ കഴിയാത്ത, ഒഴിവാക്കാൻ കഴിയാത്ത ഈ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന ആവേശകരമായ അഭിമാനകരമായ അനുഭവം. ഞാൻ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിനു വേണ്ടി ഈ വളണ്ടിയർ മാർച്ചിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും ഹൃദയത്തിൽ തൊട്ട് അഭിവാദ്യം ചെയ്യാൻ ആദ്യമായി ഈ അവസരം ഉപയോഗിക്കുക. പാർട്ടിയുടെ 25ാമത് പാർട്ടി കോൺഗ്രസ് സെപ്റ്റംബർ മാസം 21 മുതൽ ചണ്ഡീഗഡിൽ വെച്ച് ചേരുകയാണ്. പഞ്ചാബിന്റെയും ഹരിയാനയുടെയും തലസ്ഥാനമായിട്ടുള്ള ചണ്ഡീഗഡിൽ ചേരുന്ന പാർട്ടിയുടെ 25ാമത് പാർട്ടി കോൺഗ്രസ് വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തെ മാത്രമല്ല മതനിരപേക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ, പുരോഗമന ചിന്താഗതിക്കാരെ അണിനിരത്തിക്കൊണ്ട് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ഭരണകൂടത്തിന്റെ അഹങ്കാരത്തിന്റെ തേറ്റപ്പന് കുറയ്ക്കാനുള്ള ഒരു കരുത്തായി ഇന്ത്യയിൽ ബദൽ ഉയർന്നു വരുന്ന പോരാട്ടങ്ങളുടെ മുമ്പിൽ ഒരു ബദൽ ഉയർന്നു വരുന്ന ഒരു ജനകീയമായ മുന്നേറ്റത്തിന് തുടക്കം കുറിക്കാൻ ആഹ്വാനം ചെയ്യുന്ന സമാനതകളില്ലാത്ത ഒരു രാഷ്ട്രീയ സമ്മേളനമായി മാറും. വിജയവാഡയിൽ ചേർന്ന 24ാമത് പാർട്ടി കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJPയുടെ ഗവൺമെന്റിനെ താഴെയിറക്കാൻ, ആ ഗവൺമെന്റ് തുടരുന്ന ഫാസിസ്റ്റ് നടപടികൾക്കെതിരായി ഏറ്റവും ഉയർന്ന പോരാട്ടത്തിലേക്ക് ഇന്ത്യ രാജ്യത്തെ എല്ലാ മതനിരപേക്ഷ കക്ഷികളെയും കൂട്ടി മുന്നോട്ട് പോകാൻ ഈ രാജ്യത്തെ മതനിരപേക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വികസന ജനാധിപത്യ ചിന്തയുടെ അടിസ്ഥാനത്തിൽ കൂടിച്ചേരണം എന്ന ആഹ്വാനമാണ് ഉണ്ടായത്. 24ാമത് പാർട്ടി കോൺഗ്രസിന്റെ ആഹ്വാനം മാത്രമല്ല, ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിലെ ആഗ്രഹം കൂടി വെച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഒരു വികസന ബദൽ ഉയർന്നു രാജ്യത്തെ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരായി ഞാൻ ആ ചരിത്രത്തിലേക്ക് പോവുകയാണ്. അതാണ് ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റ് ഇൻക്ലൂസീവ് അലയൻസ് എന്ന പേരിൽ രാജ്യത്തെ എല്ലാ ജനാധിപത്യ ശക്തികളെയും കൂട്ടിയിണക്കിക്കൊണ്ട് ഇന്ത്യ രാജ്യത്ത് രൂപീകരിക്കപ്പെട്ട ഒരു വികസന മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയം. സെക്രട്ടറി K. വത്സരാജ് അധ്യക്ഷത വഹിച്ചു. KP രാജേന്ദ്രൻ, സത്യൻ മൊക്കേരി, CN ജയദേവൻ, N രാജൻ, രാജാജി മാത്യു തോമസ്, അഡ്വക്കേറ്റ് TR രമേഷ് കുമാർ, P. ബാലചന്ദ്രൻ MLA, അഡ്വക്കേറ്റ് VS അനിൽകുമാർ, KG ശിവാനന്ദൻ, VS പ്രിൻസ്, KP സന്ദീപ്, ഷീല വിജയകുമാർ, KS ജയ, ഷീന പറയങ്ങാട്ടിൽ തുടങ്ങിയവരും പാർട്ടി സംസ്ഥാന കൗൺസിൽ അംഗങ്ങളും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളുമായ നേതാക്കൾ പ്രസംഗിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനർ TK സുധീഷ് സ്വാഗതവും ട്രഷറർ P. മണി നന്ദിയും പറഞ്ഞു. ഗുരുപൂർണിമ ദിനത്തിൽ ഗുരുവന്ദനത്തിന്റെ ഭാഗമായി പ്രശസ്ത കഥകളി ആചാര്യനും കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ സീനിയർ ഫെലോഷിപ്പും
രത്ന പുരസ്കാരവും ലഭിച്ച ഡോക്ടർ സദനം കൃഷ്ണൻകുട്ടി ആശാനെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി പൈതൃകം ഭാരവാഹികൾ പണക്കിയും പൊന്നാടിയും നൽകി ആദരിച്ചു. പൈതൃകം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കർ, പൈതൃകം കലാക്ഷേത്ര ചെയർമാനും ഓട്ടൻതുള്ളൽ ആചാര്യനുമായ മണലൂർ ഗോപിനാഥ്, പൈതൃകം ജനറൽ കൺവീനർ ശ്രീകുമാർ പി നായർ, സെക്രട്ടറി മധു കെ നായർ, PRO രാജേഷ് ഗുരുവായൂർ, നിർവാഹക സമിതി അംഗം KR മുരളീധരൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇതിന്റെ കോർഡിനേറ്ററാണ് രവി ശങ്കർ ഉപഹാരം. ഭഗവാന്റെ തരമ്പ് തന്നെയാണ് ഫോട്ടോ. തരത്തിലുള്ള ഒരു ആദരിക്കല് എനിക്ക് കിട്ടിയത് ഗുരുവായൂരപ്പൻ്റെ എൻ്റെ ഗുരുനാഥന്മാരുടെ എല്ലാവരുടെയും അനുഗ്രഹായുസ്സുകൾ തന്നെയാണ് എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇതിന് എനിക്ക് ഗുരുനാഥന്മാരുടെ അനുഗ്രഹവും അച്ഛനമ്മമാരുടെ അനുഗ്രഹവും എൻ്റെ കുടുംബത്തിൻ്റെ അനുഗ്രഹവും എല്ലാം കൂടി ഒത്തുചേർന്നിട്ട് ഈ സുദിനത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടത്താൻ നിങ്ങൾക്ക് മനസ്സുണ്ടായതിൽ ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തി തൽക്കാലം നിർത്തട്ടെ. സന്തോഷം. സേവാഭാരതി അന്നദാന സമിതിയുടെ നേതൃത്വത്തിൽ കർക്കിടക മാസത്തിൽ നാലമ്പല തീർത്ഥാടകർക്ക് അന്നദാനം നൽകുന്നതിന്റെ ഭാഗമായി സ്വാഗത സംഘം രൂപീകരിച്ചു. ഇരിങ്ങാലക്കുട സേവാഭാരതി ഓഫീസിൽ പ്രസിഡന്റ് നളിൻ ബാബുവിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. യോഗത്തിൽ നാലമ്പല തീർത്ഥാടനത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും നടത്തി വരാറുള്ളതുപോലെ ഈ വർഷവും ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലുമായി 9 ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 3 മണി വരെയും കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തന്മാർക്ക് അന്നദാനം നടത്തുവാൻ തീരുമാനിച്ചു. അന്നദാന യജ്ഞത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി 101 പേർ അടങ്ങുന്ന വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചു. ജൂലൈ 19 ശനിയാഴ്ച ആരംഭിച്ച് ഓഗസ്റ്റ് മാസം 16 ശനിയാഴ്ച അവസാനിക്കുന്ന രീതിയിൽ കർക്കിടക മാസത്തിൽ വരുന്ന ശനി ഞായർ ദിവസങ്ങളിലാണ് സേവാഭാരതി നാലമ്പല തീർത്ഥാടകർക്കായി പ്രത്യേകം സജ്ജമാക്കിയ ശക്തിനിവാസിലെ സ്ഥലത്ത് വെച്ച് അന്നദാനം നടത്തുന്നത്. ദിവസം ഏകദേശം 5000-ലധികം ഭക്തരെയാണ് സേവാഭാരതിയുടെ അന്നദാനം കഴിക്കുന്നതിനായി പ്രതീക്ഷിക്കുന്നത്. ജൂലൈ 19 ആരംഭിക്കുന്ന അന്നദാനത്തിന്റെ ഉദ്ഘാടനം കൂടൽമാണിക്യം ക്ഷേത്രം തന്ത്രി അണിമംഗലം വല്ലഭൻ തിരുമേനി നിർവഹിക്കും. നഗരസഭയിലെ UDF നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ ദുർഭരണത്തിനെതിരെ CPM പൊറത്തശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ കുറ്റവിചാരണ നടത്തി. CPM ലോക്കൽ കമ്മിറ്റി അംഗം CC ഷിബിൻ ഭരണസമിതിക്കെതിരായ കുറ്റപത്രം വായിച്ചു. ഓരോ കുറ്റത്തിനും ഭരണസമിതിയുടെ പ്രതീകാത്മകമായി തയ്യാറാക്കിയ രൂപത്തിന്മേൽ ചൂരലുകൊണ്ടടിച്ചാണ് ജനകീയ ശിക്ഷ നടപ്പാക്കിയത്. ഭരണസമിതിയുടെ ദുർഭരണത്തിനെതിരെ ജനകീയ കുറ്റവിചാരണ. ചാത്തൻ മാസ്റ്റർ സാംസ്കാരിക നിലയം, മാപ്രാണത്തുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നിവയുടെ നവീകരണം നടത്തിയില്ല. റോക്ക് ഓഫീസ്, വാട്ടർ ടാങ്ക് ലിങ്ക് റോഡ് നവീകരണം LDF കൌൺസിലർമാർ നിരന്തരം കൌൺസിലിൽ ഉന്നയിച്ചിട്ടും നവീകരിക്കുവാൻ തുക അനുവദിച്ചില്ല. വിളക്കുപാടം പട്ടയ പ്രശ്നത്തിനും കുടിവെള്ള പ്രശ്നത്തിനും പരിഹാരം കാണാൻ നഗരസഭ ഭരണസമിതി അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു. നടുവിലാൽ കുന്നുമക്കര റോഡ് നഗരസഭ റോഡായിരുന്നിട്ടും MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക കൊണ്ട് പാതി വഴി നിർമ്മാണം നടത്തി അവസാനിപ്പിച്ചു. പണി പൂർത്തീകരിക്കാനോ കൂടുതൽ തുക അനുവദിക്കാനോ നഗരസഭ തയ്യാറായില്ല. പഞ്ചാടിക്കുന്നിലെ ട്രെഞ്ചിങ് ഗ്രൌണ്ട് മാലിന്യ പ്രശ്നത്തിന് ശാസ്ത്രീയവും ശാശ്വതവുമായ പരിഹാരം കാണാൻ ശ്രമിച്ചില്ല. ഇതുവരെയും ഒരു ആധുനിക ഗ്യാസ് ക്രിമിറ്റോറിയം പണിയാൻ നഗരസഭ തയ്യാറായില്ല. കഴിഞ്ഞ 4.5 വർഷക്കാലമായി പൊറത്തുശ്ശേരി മേഖലയിലേക്ക് പുതിയ റോഡുകൾക്കായി തുക മാറ്റിവെക്കുവാൻ നഗരസഭ UDF ഭരണം തയ്യാറായില്ല. കൃഷിക്കും കുടിവെള്ളത്തിനും ഒരുപോലെ സഹായകരമാകുന്ന പൊറുത്തുച്ചിറയിലെ മാലിന്യം തള്ളുന്നതിനെതിരെ പൊറുത്തുച്ചിറ വൃത്തിയാക്കുന്നതിനോ നഗരസഭ യാതൊന്നും ചെയ്തില്ല. 34-ാം വാർഡിലെ ശാരദാ കുഞ്ഞൻ സാംസ്കാരിക നിലയം നിർമ്മാണം പൂർത്തീകരിച്ചില്ല. തലയണക്കുന്നിലെ അംബേദ്കർ സാംസ്കാരിക നിലയവും ലൈബ്രറിയും സംരക്ഷിക്കുന്നില്ല. പട്ടികജാതി വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായുള്ള
പദ്ധതികളോടും കെട്ടിടങ്ങളോടും പരിപൂർണ അവഗണനയാണ് നഗരസഭയ്ക്കും കോൺഗ്രസിനും. കണ്ടാരന്തറയിലെ മഹാത്മാ ചിൽഡ്രൻസ് പാർക്ക് കാട് പിടിച്ചു കിടക്കുന്നു. പട്ടണത്തിലെ ഷീ ലോഡ്ജും പൂതങ്കള മൈതാനിക്കരികിലെ വിശ്രമ കേന്ദ്രമായ ടേക്ക് എ ബ്രേക്കും തുറന്നു പ്രവർത്തിപ്പിക്കാൻ പോലും കോൺഗ്രസ് ഭരണസമിതി തയ്യാറാകുന്നില്ല. ചന്തയിൽ കോടികൾ ചെലവിട്ടതായി നഗരസഭ അവകാശപ്പെടുന്ന ഫിഷ് മാർക്കറ്റ് അടച്ചിട്ടിരിക്കുന്നു. നിർമ്മാണ ചെലവിൽ സുതാര്യതയില്ല. അറവുശാല അടച്ചിട്ടിരിക്കുന്നു. എന്നിട്ട് പേര് ആധുനിക അറവുശാലയെന്നും. ഭക്ഷണത്തിലും വിഷം കലർത്തുന്ന നഗരസഭ കൊടും കുറ്റക്കാർ. ഇരിങ്ങാലക്കുട നഗരത്തിന്റെ മുഖം മാറ്റേണ്ട ആധുനിക ബസ് സ്റ്റാൻഡ് നടക്കാത്ത സ്വപ്നം. ഒരു റോഡ് പോലും നല്ലതില്ലാത്ത കേരളത്തിലെ ഏക നഗരസഭയാണ് ഇരിങ്ങാലക്കുട. ടൗൺ ഹാൾ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന പ്രഖ്യാപനം വർഷങ്ങളായി പാഴ്വാക്ക് മാത്രം. വാതിൽമാടം ദുരിതബാധിത മേഖലയിലേക്ക് വാർഡ് കൌൺസിലറുടെ ഇടപെടലിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇടപെട്ട് 1,06,00,000 രൂപയുടെ പദ്ധതി അനുവദിച്ചിട്ടും പാവപ്പെട്ട കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ നഗരസഭ തയ്യാറായില്ല. 20 മാസം ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ സ്ഥാനങ്ങൾ പങ്കിട്ട് കാറിൽ കറങ്ങിയതല്ലാതെ ഇരിങ്ങാലക്കുട നഗരസഭ UDF ഭരണസമിതി നാട്ടിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. നഗരസഭ ചെയ്ത എന്തെങ്കിലും വികസന പദ്ധതികൾ കോൺഗ്രസിന് പറയാനുണ്ടോ? ഇരിങ്ങാലക്കുട ടൗൺ ഹാൾ, കരുവന്നൂർ പ്രിയദർശിനി ഹാൾ, മാപ്രാണ ചാത്തൻ മാസ്റ്റർ ഹാൾ, സ്മാരക മന്ദിരം, പുൽക്കാട്ടുകോണം അംബേദ്കർ നിലയം, തലയണക്കുന്ന് ശാരദ കുഞ്ഞൻ സാംസ്കാരിക നിലയം, ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ്, ടൗൺ ഹാൾ ഷോപ്പിംഗ് കോംപ്ലക്സ്, ചാത്തൻ മാസ്റ്റർ ഷോപ്പിംഗ് കോംപ്ലക്സ് തുടങ്ങി മുഴുവൻ പൊതുപദ്ധതികളും നശിപ്പിച്ച് കോൺഗ്രസ് മുതലാളി കച്ചവടം വർദ്ധിപ്പിക്കുന്നു. മുതലാളിക്ക് വേണ്ടി മാത്രം നഗരസഭയിൽ ഒരു കോൺഗ്രസ് ഭരണം. ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ച് നഗരസഭാ ഭരണം കൈയാളുന്ന UDFും കോൺഗ്രസും കൊടും കുറ്റവാളികൾ. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക. നന്ദി, നമസ്കാരം. ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ICL Medilab, empowering health, near Altara, opposite Village Office, Iringalakkuda, from the house of ICL. To Line, weaving stories around you. To Line Designer Studio, creations made from the heart.